പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 8ൻ്റെ ചാപ്റ്റർ 2വിലെ എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ ആൻഡ് ഓപ്പറേഷൻസ് എന്നുള്ള പോർഷനാണ്. ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഈ പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. The initial thickness of the paper was 0.001 cm. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പേപ്പറിൻ്റെ കാര്യം പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ആ പേപ്പറിൻ്റെ ഇനിഷ്യൽ തിക്നെസ് എന്തായിരുന്നു? അതായത് ഫോൾഡ് ചെയ്യുന്നതിന് മുൻപ് ആ പേപ്പറിൻ്റെ തിക്നെസ് എന്തായിരുന്നു? 0.001 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൺ ഫോൾഡിങ് വൺസ് ഇറ്റ്സ് തിക്നെസ് ബിക്കം 0.001 സെൻറ്റിമീറ്റർ ഇൻറ്റു 2. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, ഓരോ പ്രാവശ്യവും ഫോൾഡ് ചെയ്യുമ്പോൾ പേപ്പറിൻ്റെ തിക്നെസ് എന്താകും? ഡബിൾ ആകുമെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ പേപ്പറിൻ്റെ തിക്നെസ് എന്താകും? ഈ 0.001 സെൻറ്റിമീറ്ററിൻ്റെ ഡബിൾ ആകും. അതായത് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നോ അതാകും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 0.002 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ഫോൾഡിങ് ഇറ്റ് ട്വൈസ് ഇറ്റ്സ് തിക്നെസ് ബിക്കെയിം എന്താവും? ഇതിനെ 2 പ്രാവശ്യം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ് എന്താവും? 0.001 സെൻറ്റിമീറ്ററിനെ 2 × 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു അതാവും അല്ലേ. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ ഡബിളായി. ഇനി 2 പ്രാവശ്യം ചെയ്യുമ്പോൾ 2 × 2. അപ്പോൾ 4 ടൈംസ് എന്ത് ചെയ്യും? തിക്നെസ് ഇൻക്രീസ് ചെയ്യും. അതായത് 2 × 2 4. 0.001നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 0.004 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇതിനെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2വിനെ ഇവിടെ 2 ടൈംസ് ഉണ്ട്, അതുകൊണ്ട് 2 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. 2⁻²2 എന്ന് വെച്ചാൽ അതിനെ നമുക്ക് എന്താണ് അതിൻ്റെ അർത്ഥം? 2വിനെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി 3 പ്രാവശ്യം ഇതിനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ് എന്തായിട്ട് വരും? 2 പ്രാവശ്യം ചെയ്തപ്പോൾ 2 × 2 ആയിരുന്നു. 3 ടൈംസ് ചെയ്താൽ 2 × 2 × 2 അല്ലേ. 0.001നെ 2 × 2 × 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു അത്രയും വരും. ഇതെന്താണ്? 2 × 2 × 2 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 0.008 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 3 പ്രാവശ്യം ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ 2 × 2 × 2 എന്ന് പറയുന്നത് എന്താണ്? 2വിനെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ എഴുതാം. ഇനി 4 പ്രാവശ്യം ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ തിക്നെസ് എന്തായിട്ട് മാറും? 0.001 × 2 × 2 × 2 × 2 അല്ലേ. അതെന്ന് പറയുന്നത് എന്താ? 2വിനെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് 0.016 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നത്. സിമിലർലി ദി എക്സ്പ്രഷൻ ഫോർ ദി തിക്നെസ് ഓഫ് ദി പേപ്പർ വെൻ ഫോൾഡഡ് 7 ടൈംസ് വിൽ ബി, അതായത് 7 പ്രാവശ്യം പേപ്പറിനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ തിക്നെസ് എന്തായിരിക്കും? 0.001 സെൻറ്റിമീറ്റർ ഇൻറ്റു 2വിനെ 7 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 0.001 സെൻറ്റിമീറ്റർ ഇൻറ്റു 2വിനെ 7 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് 0.128 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നത്. വി ഹാവ് സീൻ ദാറ്റ് ദ സ്ക്വയർ നമ്പേഴ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് n സ്ക്വയർ ആൻഡ് ക്യൂബ് നമ്പേഴ്സ് ആസ് n ക്യൂബ്. നമുക്ക് സ്ക്വയർ നമ്പേഴ്സിനെ നമുക്ക് n സ്ക്വയർ എന്ന് എഴുതാം, ക്യൂബ് നമ്പേഴ്സിനെ നമുക്ക് n ക്യൂബ് എന്നും എഴുതാം. അതായത് n × n, ദാറ്റ് ഈസ് n സ്ക്വയർ. ഇതിനെ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? n സ്ക്വയേർഡ് അല്ലെങ്കിൽ n⁻². ഇങ്ങനെ നമുക്കിതിനെ റീഡ് ചെയ്യാം. ഇനി നോക്കിയേ, n ക്യൂബ് എന്ന് വെച്ചാൽ എന്താ? n × n × n, അതായത് n-നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് n ക്യൂബ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെ റീഡ് ചെയ്യാം? n ക്യൂബ്ഡ് അല്ലെങ്കിൽ n⁻³ എന്ന് റീഡ് ചെയ്യാം. ഇനി n⁻⁴ എന്ന് വെച്ചാൽ എന്താ? n × n × n × n. n-നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് n⁻⁴. റീഡ് ചെയ്യുന്നത് n⁻⁴ ഓർ 4th പവർ ഓഫ് n. ഇതിനെ നമുക്ക് ഇങ്ങനെ റീഡ് ചെയ്യാം. ഇനി n-നെ 7 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു.
n ഇൻറ്റു n ഇൻറ്റു n ഇൻറ്റു n ഇൻറ്റു n ഇൻറ്റു n ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ n⁻⁷ എന്ന് എഴുതാം. റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? n⁻⁷ അല്ലെങ്കിൽ 7th പവർ ഓഫ് n ആസോൺ. ഇങ്ങനെ ഏതിനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. ജനറലി നമ്മൾ പറയുവാണെങ്കിൽ വി റൈറ്റ് n⁻⁴, അതായത് നമ്മളിവിടെ n³ n⁻⁴ n⁻⁷ ഇങ്ങനെ എഴുതിയല്ലേ. അപ്പോൾ ഈ റേസ് ടു ദ പവർ വരുന്നതെല്ലാം നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ഇവിടെ നമ്മൾ a ആയിട്ട് എടുക്കുന്നു. അപ്പോൾ n⁻⁴ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വി റൈറ്റ് n⁻⁴ ടു ഡിനോട്ട് n മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സെൽഫ് a ടൈംസ്. ഈ മുകളിൽ എഴുതുന്നതാണ് എത്ര ടൈംസ് ആണ് എന്നുള്ളത് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ n ഇൻറ്റു n ഇൻറ്റു n 3 ടൈംസ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ എഴുതിയത്? n³. ഇവിടെ മുകളിൽ എഴുതുന്നതാണ് എത്ര ടൈംസ് ചെയ്തു എന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ n⁻⁴ ഡിനോട്ട് n മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സെൽഫ് a ടൈംസ് അല്ലേ. ഈ താഴെ തന്നിരിക്കുന്നതിനെയാണ് നമ്മൾ ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തെഴുതുന്നത്. ഈ മുകളിൽ തന്നിരിക്കുന്നത് എന്താണ്? എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തു എന്നുള്ളതാണ് ഈ മുകളിൽ തരുന്നത്, അതായത് പവറായിട്ട് തരുന്നത്. ഇത് ബേസാണ്. ബേസ് എന്ന് പറയുന്നത് ആ നമ്പർ കൊണ്ട് തന്നെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി നോക്കിയാൽ 5⁻⁴. 5⁻⁴ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 5നെ 5 കൊണ്ട് തന്നെ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു? 4 ടൈംസ്. 5⁻⁴ ആയിരുന്നു. അപ്പോൾ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 625 എന്ന് കിട്ടും. അപ്പോൾ ഈ 5⁻⁴ എന്ന് പറയുന്നത് 625ൻ്റെ എക്സ്പോണൻഷ്യൽ ഫോമാണ്. എന്ത് ഫോമാണ്? എക്സ്പോണൻഷ്യൽ ഫോമാണ്. 5⁻⁴ ഈസ് ദി എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് 625. ഹിയർ 4 ഈസ് ദി എക്സ്പോണൻറ്റ് ഓർ പവർ. ഇവിടെ 4 എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനെ നമ്മൾ പവർ അല്ലെങ്കിൽ എക്സ്പോണൻ്റ് എന്ന് പറയും. 5നെ നമ്മൾ 5 ഈസ് ദി ബേസ്. അപ്പോൾ 5⁻⁴ എന്ന് എഴുതിയാൽ ഈ 4 എന്ന് പറയുന്നത് പവറാണ് അല്ലെങ്കിൽ എക്സ്പോണൻ്റ് ആണ്. ഇനി 5 എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ നമ്മൾ ബേസ് എന്ന് പറയും. എക്സ്പോണൻസ് ഓഫ് ദി ഫോം 5⁻n ആർ കോൾഡ് പവേഴ്സ് ഓഫ് 5. അപ്പോൾ 5⁻n എന്ന് പറയുന്നത് എന്താണ്? എക്സ്പോണൻസ് ഓഫ് ദി ഫോം 5⁻n എന്താണ്? പവേഴ്സ് ഓഫ് 5. 5⁻n എന്ന് വെച്ചാൽ എന്താണ്? 5⁻1, 5⁻2, 5⁻3, 5⁻4 എക്സെട്ര ഇങ്ങനെ വരും കേട്ടോ. 5⁻n നമുക്ക് എന്ത് കൊടുക്കാം? നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5 ഇങ്ങനെ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇനി നോക്കിയാൽ 2നെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു ഇതാ ഇങ്ങനെ ഇത്രയും ടൈംസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 10 ടൈംസ് എഴുതിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്കപ്പോൾ എങ്ങനെ എഴുതാം? എക്സ്പോണൻഷ്യൽ ഫോമിൽ 2⁻10 എന്ന് എഴുതാം. ഇവിടെ 2 ആണ് ബേസ്. എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്? 10 ടൈംസ്. സോ 10 ഈസ് ദി പവർ. അപ്പോൾ 2⁻10. 2⁻10 എന്ന് പറയുന്നത് 1024 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ. Okay, remember that 1024 from earlier. It means that after every 10 folds the thickness increased 1024 times. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ ഇതിനെ റീഡ് ചെയ്യുന്നത് 5⁻n അങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്. നമ്മൾ എളുപ്പത്തിന് വേണ്ടി 5⁻n എന്നങ്ങ് വായിക്കുന്നതേ ഉള്ളൂ കേട്ടോ. 5⁻n എന്ന് വായിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്തത്, വിച്ച് എക്സ്പ്രഷൻ ഡിസ്ക്രൈബ്സ് ദ തിക്നെസ് ഓഫ് എ ഷീറ്റ് ഓഫ് പേപ്പർ ആഫ്റ്റർ ഇറ്റ് ഈസ് ഫോൾഡഡ് 10 ടൈംസ്. ദ ഇനിഷ്യൽ തിക്നെസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ നമ്പർ വി. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മളോട് ഇതിൻ്റെ എക്സ്പ്രഷൻ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 6 എക്സ്പ്രഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിലേതാണ് കറക്റ്റ് എന്ന് പറയണം. അപ്പോൾ നമ്മുടെ പേപ്പറിൻ്റെ ഇനിഷ്യൽ തിക്നെസ് വി എന്ന് പറയുന്ന നമ്പർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയതിൻ്റെത് 0.001 ആയിരുന്നു തിക്നെസ് അല്ലേ. അതിന് പകരം ഇവിടെ വി എന്ന ലെറ്ററാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 10 ഫോൾഡുകൾക്ക് ശേഷം പേപ്പറിൻ്റെ തിക്നെസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എക്സ്പ്രഷൻ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 10 ഫോൾഡുകൾക്ക് ശേഷം 10 ഫോൾഡ് ആകുമ്പോൾ എന്താ വരിക? ഡബിളായിട്ട് ഓരോ ഫോൾഡുകൾക്ക് ശേഷവും ഡബിളായിട്ട്
ഇൻക്രീസ് ആകുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ഫോൾഡ് ചെയ്യുമ്പോൾ. അപ്പോൾ 10 ഫോൾഡുകളുണ്ടെങ്കിൽ 10 പ്രാവശ്യം ഫോൾഡ് ചെയ്തെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഓരോ ഫോൾഡിലും 2 ടൈംസ് വെച്ച് ഇൻക്രീസ് ആകുന്നുണ്ട്. അതായത് 2 എത്ര പ്രാവശ്യം ഇൻക്രീസ് ആകുന്നുണ്ട്? 10 പ്രാവശ്യം അല്ലേ. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 10 ഫോൾഡുകൾ വരുമ്പോൾ ഇത്രയും പ്രാവശ്യം 2 ഇൻക്രീസ് ആകുന്നുണ്ട് അല്ലേ, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് വരും? ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ഇത്രയും പ്രാവശ്യം 2 മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ അർത്ഥം 2 റൈസ് ടു 10 എന്നാണ്. ഇതിനെ നമ്മൾ പേപ്പറിൻ്റെ തിക്നെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും 10 ടൈംസ് ഫോൾഡ് ചെയ്യുമ്പോഴുള്ള തിക്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ എക്സ്പ്രഷൻ വരിക? ഇതാണ്, ഇത്രയും ടൈംസാണ് ഇൻക്രീസ് ആകുന്നത്. 10 ഫോൾഡുകൾ വരുമ്പം 2 റൈസ് ടു 10 ടൈംസ് ഇൻക്രീസ് ആകും തിക്നെസ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? പേപ്പറിൻ്റെ ഇനിഷ്യൽ തിക്നെസ്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനിഷ്യൽ തിക്നെസ് എന്തായിരുന്നു? V ആയിരുന്നു. അപ്പോൾ V ഇൻറ്റു 2 റൈസ് ടു 10 ആയിരിക്കും നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ. അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇവിടെ ഉണ്ടോ? ഇതാ ഇവിടെ ഉണ്ട് അല്ലേ. 2 റൈസ് ടു 10V. 2 റൈസ് ടു 10V എന്ന് വെച്ചാൽ 2 റൈസ് ടു 10 ഇൻറ്റു V, അല്ലെങ്കിൽ V ഇൻറ്റു 2 റൈസ് ടു 10. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഏതാണ് ഇവിടെ കറക്റ്റ് എക്സ്പ്രഷൻ? 2 റൈസ് ടു 10 ഇൻറ്റു V. ഇനി നോക്കിയാൽ സം മോർ എക്സാമ്പിൾസ് ഓഫ് എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ. ഓക്കെ, 4 ഇൻറ്റു 4 ഇൻറ്റു 4. ഇവിടെ 4നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് 4 ക്യൂബ് എന്ന് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ 4 റൈസ് ടു 3. അതെന്ന് പറയുന്നത് 64 ആണ്. ഇനി നോക്കിയേ, ഇവിടെ പോസിറ്റീവ് 4 ആയിരുന്നു. ഇനി നെഗറ്റീവ് 4 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് 4 റൈസ് ടു 3. അതെന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് 64. അപ്പോൾ ഇവിടെ നോക്കിയേ, നെഗറ്റീവ് നമ്പറിനെ ഓഡ് ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും ആൻസർ കിട്ടുക കേട്ടോ. അതായത് 3 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ് അല്ലേ. അപ്പോൾ 3 ടൈംസ് എന്ന് പറയുമ്പോൾ ഓഡ് ടൈംസ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് നമ്പറിനെ ഓഡ് ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. സിമിലർലി A ഇൻറ്റു A ഇൻറ്റു A ഇൻറ്റു B ഇൻറ്റു B ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്. ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? A ഇവിടെ എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? A റൈസ് ടു 3. B എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ്. അപ്പോൾ എന്തെഴുതാം? B റൈസ് ടു 2. അപ്പോൾ ഇതിനെ എങ്ങനെ റീഡ് ചെയ്യാം? A ക്യൂബ്ഡ് B സ്ക്വയേർഡ് എന്ന് നമുക്കിതിനെ റീഡ് ചെയ്യാം. അല്ലെങ്കിൽ A റൈസ് ടു 3 B റൈസ് ടു 2 ഇങ്ങനെ വേണമെങ്കിലും റീഡ് ചെയ്യാം. ഇനി അടുത്ത നോക്കിയേ, ഇതെങ്ങനെ വരും? A ഇവിടെ 2 ടൈംസ്. അപ്പോൾ A റൈസ് ടു 2. അടുത്തത് B 4 ടൈംസ് ഉണ്ട്. അപ്പോൾ B റൈസ് ടു 4. ഇതിനെ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? A സ്ക്വയേർഡ് B റൈസ് ടു ദ പവർ 4. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടി B റൈസ് ടു 4 എന്ന് റീഡ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നൊരു കാര്യമാണ്. ഓക്കെ, 4 പ്ലസ് 4 പ്ലസ് 4 എന്ന് വെച്ചാൽ എന്താണ്? 4 3 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇതിൻ്റെ അർത്ഥം 3 പ്രാവശ്യം 4കളെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിന് ഈക്വലാണ്? 3 ഇൻറ്റു 4ന് ഈക്വലാണ് അല്ലേ. 4 പ്ലസ് 4 പ്ലസ് 4, അതിൻ്റെ അർത്ഥം 4 3 പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 4 എന്ന് എഴുതാം. ഇനി 4 ഇൻറ്റു 4 ഇൻറ്റു 4 ആണെങ്കിലോ, ഇവിടെ നിങ്ങൾ സൈൻ ശ്രദ്ധിച്ചോ, ഇവിടെ അഡീഷൻ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ. 4നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? 4 റൈസ് ടു ദ പവർ 3 എന്ന് എഴുതും. ഇത് തമ്മിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. മിക്ക സ്റ്റുഡൻസിനും തെറ്റ് പറ്റുന്നത് ഇവിടെയാണ് കേട്ടോ. എക്സ്പ്രസ് ദ നമ്പർ 32,400 ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ് and represent the prime factors in their exponential form. അപ്പോൾ 32,400നെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എക്സ്പോണൻഷ്യൽ ഫോമിലും അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 32,400നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ കിട്ടും. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്.
അപ്പം അത് മിക്കവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നോക്കിയാൽ അതായത് 32,400നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16,200 കിട്ടും. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 8,100 കിട്ടും. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 4,050 കിട്ടും. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 2,025 കിട്ടും. ഇനി നമുക്കിതിനെ 2 കൊണ്ട് ചെയ്യാനായിട്ട് കഴിയില്ല. ഒന്നെങ്കിൽ 3 കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ 5 കൊണ്ട് ചെയ്യാം. ഇവിടെ 5 കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 405 കിട്ടും. വീണ്ടും 5 കൊണ്ട് ചെയ്യുമ്പോൾ 81 കിട്ടും. അതിനെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 27, 27നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 9, 9നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 3, 3യെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 1. അപ്പോൾ ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമുക്കിതാ ഇങ്ങനെ കിട്ടി. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് കിട്ടി. ഇതിൻ്റെ എക്സ്പോണൻഷ്യൽ ഫോം എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ എഴുതാം? 2 എത്ര ടൈംസ് ഉണ്ട്? 4 ടൈംസ് ഉണ്ട്. സോ 2 റൈസ് ടു 4. 5 2 ടൈംസ് ഉണ്ട്. സോ 5 റൈസ് ടു 2. 3 4 ടൈംസ് ഉണ്ട്. അപ്പോൾ 3 റൈസ് ടു 4. എക്സ്പോണൻഷ്യൽ ഫോം നമുക്കത് ഇങ്ങനെ എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് -1 റൈസ് ടു 5? ഈസ് ഇറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? വാട്ട് അബൌട്ട് -1 റൈസ് ടു 56? -1 റൈസ് ടു 5 എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പം -1 റൈസ് ടു 5 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? -1 ഇൻറ്റു -1 ഇൻറ്റു -1 ഇൻറ്റു -1 ഇൻറ്റു -1. -1നെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് -1 റൈസ് ടു 5. ഇതെന്ന് പറയുന്നത് ഓഡ് ടൈംസ് ആണ് അല്ലേ? സോ ആൻസർ ഈസ് -1 തന്നെ നമുക്ക് ആൻസറായിട്ട് കിട്ടും. കാരണം എന്താണ്? നെഗറ്റീവ് നമ്പറിൻ്റെ പവർ ഓഡ് നമ്പറാണ് എങ്കിൽ ആൻസർ ഈസ് ഓൾവേസ് നെഗറ്റീവ്. അതുകൊണ്ട് ഈ നമ്പർ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. വാട്ട് അബൌട്ട് -1 റൈസ് ടു 56? ഇതെന്തായിരിക്കും? -1 റൈസ് ടു 56 എന്ന് വെച്ചാൽ -1നെ 56 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. 56 എന്ന് പറയുന്നത് എന്താണ്? ഈവൻ നമ്പറാണ്. സോ ആൻസർ ഈസ് പോസിറ്റീവ്. അപ്പോൾ ആൻസർ എന്ത് വരും? +1 വരും. ഇനി അടുത്തത് ഈസ് -2 റൈസ് ടു 4 ഈസ് ഈക്വൽ ടു 16? വെരിഫൈ. അപ്പം -2 റൈസ് ടു 4 16 ആണോ എന്ന് വെരിഫൈ ചെയ്യണം. അപ്പം -2 റൈസ് ടു 4 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? -2 ഇൻറ്റു -2 ഇൻറ്റു -2 ഇൻറ്റു -2. -2നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം നെഗറ്റീവ് നമ്പറിൻ്റെ പവർ എന്താണ്? ഇവിടെ ഈവൻ ആണ്. ഈവൻ വന്നാൽ ആൻസർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 2 16. ആൻസർ പോസിറ്റീവ് ആണ്. കാരണം എന്താണ്? പവർ ഇവിടെ ഈവൻ ആണ്. സോ ആൻസർ ഈസ് പോസിറ്റീവ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? യെസ് എന്ന് പറയാം. -2 റൈസ് ടു 4 ഈസ് 16 അല്ലേ? അപ്പോൾ വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കണം കേട്ടോ. -2 റൈസ് ടു 4 ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു -2 ഇൻറ്റു -2 ഇൻറ്റു -2. ഇവിടെ വേണേൽ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. -2 ഇൻറ്റു -2 ഈസ് 4. ഈ -2 ഇൻറ്റു -2 ഈസ് 4. ദാറ്റ് ഈസ് 16. ഇനി വാട്ട് ഈസ് 0 റൈസ് ടു 2? ഈ 0 റൈസ് ടു 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 റൈസ് ടു 5 എന്ന് പറയുന്നത് എന്തായിരിക്കാം? 0 റൈസ് ടു 2 എന്ന് വെച്ചാൽ എന്താ? 0 ഇൻറ്റു 0 ദാറ്റ് ഈസ് 0. 0 റൈസ് ടു 5 എന്ന് വെച്ചാൽ എന്താ? 0യെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഓൾസോ 0. അതും എന്താണ്? 0 ആയിരിക്കും. ഇനി 0 റൈസ് ടു n എന്ന് വെച്ചാൽ എന്താ? 0യെ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതും എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും വരിക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും മതി. ഇനി ഫിഗർ ഇറ്റ് ഔട്ടുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.